നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആക്രമണം കടുപ്പിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ചു. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. ബഹ്റൈനിൽ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം. ഇറാനിയൻ പ്രസിഡന്റിനെ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത പള്ളിക്ക് നേരെ ആക്രമണം. പള്ളിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി. ആക്രമിയെ വെടിവെച്ചു കൊന്നു. ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പ്രതിരോധിക്കാൻ CPM. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും വിളിച്ചു ചേർക്കും. സുധാകരനെതിരെ പലയിടങ്ങളിലും CPM പ്രതിഷേധം. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ. കൂടുതൽ സീറ്റിൽ ധാരണയായേക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനെ CPM പുറത്താക്കിയേക്കും. നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പത്മകുമാറിന്റെ വിശദീകരണം. പാചകവാതക പ്രതിസന്ധിക്കിടെ ബദൽ സംവിധാനങ്ങൾക്ക് അനുമതി നൽകി കേന്ദ്രം. LPGക്ക് പുറമെ മറ്റിന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാം. പൂഴ്ത്തിവെപ്പ് തടയാൻ എൻഫോഴ്സ്മെന്റ് പരിശോധന. സംസ്ഥാനത്ത് കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കുന്നു. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന നായയെ അടിച്ചുകൊന്നു. നായയെ പിടികൂടിയത് രാത്രി 1:30-ഓടെ. കൊല്ലപ്പെട്ടത് 84-കാരി കാർത്തിയായനി. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ സന്ദേശത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 44-ാം ഘട്ട ആക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കി. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. വെടിവെപ്പിൽ തകർന്നതല്ലെന്ന് സെൻട്രൽ കമാൻഡ്. അതേസമയം തങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാഖിലെ സായുധ ഗ്രൂപ്പ് ഇസ്ലാമിക് റെസിസ്റ്റന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക രേഖപ്പെടുത്തി. US ഇസ്രയേൽ ബന്ധമില്ലാത്ത എണ്ണക്കപ്പലുകൾക്ക് പ്രത്യേക അനുമതിയോടെ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാമെന്ന് ഇറാൻ അറിയിച്ചു. സംഘർഷം രൂക്ഷമാക്കിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ചേരുന്നുണ്ട്. അജയ്, പ്രതിരോധം ശക്തമാക്കുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് വലിയൊരു ചോദ്യചിഹ്നമായി കൂടി നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് യുദ്ധത്തിന്റെ പുതിയ വിവരങ്ങൾ? അനുശ്രീ, ഇപ്പോൾ പുതിയ ഘട്ടത്തിൽ ഈ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് വടക്കൻ ഇസ്രായേലിലുള്ള ഒരു നഗരത്തിൽ വലിയ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വടക്കൻ ഇസ്രായേലിലുള്ള സർസിർ എന്ന് പറയുന്ന നഗരത്തിലായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നത്. 30 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ നിരവധി മിസൈലുകൾ ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് പോയതായി അവിടുത്തെ ആർമി പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ പല മിസൈലുകളും അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചെങ്കിലും അതിൽ മിസ്സായ ഒരു മിസൈലാണ് നിലവിൽ ഒരു ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ പതിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ വിദേശകാര്യമന്ത്രി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പോസ്റ്റ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യം തന്നെ ഇറാൻ യാതൊരുവിധ ആണവ സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് അറിയിച്ചതാണ്. എന്നാൽ US-ന് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം അവർ ആരംഭിച്ചതെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത്, അമേരിക്കയ്ക്ക് ഒരിക്കലും ഈ എണ്ണവില വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ അവർ ചുമത്തുന്ന ഉയർന്ന താരിഫുകളും കൊണ്ട് സമ്പന്നരാകാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റുകളെ സമ്പന്നമാക്കാനും അതുപോലെ തന്നെ സാധാരണക്കാരെ പിഴിയാനുമാണ് US സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അബ്ബാസ് അറക്ചിയുടെ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ട്രംപിൻ്റെ മറ്റൊരു ട്രൂ സോഷ്യൽ പോസ്റ്റിനുള്ള മറുപടി കൂടിയാണ്. ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് അത് US-ന് അത്യന്തം അവർക്ക് ഗുണമേ ഉണ്ടാകൂ. കാര്യം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ US ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക
ഉൽപ്പാദകരിൽ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് അത് തീർച്ചയായിട്ടും US-ന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് US-നുള്ളിൽ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഈ ക്രൂഡ് ഓയിൽ വർധനവിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ട്രംപ് ഇതുവഴി തന്നെ ആദ്യം ശ്രമിച്ചത്. അതുപോലെ തന്നെ ട്രംപ് ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് തൻ്റെ അത്യന്തമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനെ ആണവ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയാണ്. അത് മിഡിൽ ഈസ്റ്റിൻ്റെയും ലോകത്തിൻ്റെ നന്മയ്ക്കും അത് കാരണമാകും എന്ന് ട്രംപ് അടുത്ത പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് നിലവിൽ അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇറാൻ പുതിയ ഘട്ട ആക്രമണങ്ങൾ അത് കൂടുതൽ കടുപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുജ്തബ ഖമനയി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഒരിക്കലും അനുവദിക്കില്ല, അത് പൂർണ്ണമായും തടയുക തന്നെ ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മറ്റൊരു വിശദീകരണം അക്കാര്യത്തെ പറ്റി കൂടുതൽ വന്നിട്ടുള്ളത് പ്രത്യേക അനുമതിയോടെ കപ്പലുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും, എന്നാലും US ഇസ്രായേലി ബന്ധമില്ലാത്ത കപ്പലുകളെ മാത്രമേ ഇതുവഴി ഗതാഗതത്തിന് അനുവദിക്കൂ എന്നുമാണ് ഇപ്പോൾ നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. ഇന്ത്യ എന്തായാലും കൂടുതൽ കപ്പലുകളെ മേഖലയിലൂടെ കടന്നു പോകാനായിട്ടുള്ള അനുമതി അത് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 2 കപ്പലുകൾക്ക് കടന്നു വരാനുള്ള അനുമതി ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് 28 കപ്പലുകൾക്ക് കൂടിയുള്ള അനുമതി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തേടിയിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. ഇപ്പോൾ ഈയൊരു സംഘർഷം നടന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒരു ന്യൂട്രലായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ഇപ്പോൾ പല ഘട്ടങ്ങളിലാണെങ്കിലും ഇറാനുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പലതരം വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പറ്റി വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതും പിന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് ഇന്ത്യയും ഇസ്രായേലിനോടൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമെല്ലാം ഒരു വലിയ വിമർശനമുണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ നിരന്തരം ഇറാനുമായിട്ട് ഇന്ത്യ ഒരു ബന്ധം വയ്ക്കുന്നത്. ആദ്യം ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള S ജയശങ്കർ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയെ ബന്ധപ്പെട്ടു. അതിനെ തുടർന്നുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ 2 കപ്പലുകൾക്ക് യാത്ര അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനെ ടെലിഫോൺ വഴി ബന്ധപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ടെലിഫോൺ വഴി ബന്ധപ്പെട്ടപ്പോൾ ഈ മേഖലയുടെ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടം ഇതിലെല്ലാത്തിനും ആശങ്ക രേഖപ്പെടുത്തുകയും ഇന്ത്യക്കാരുടെ ഒരു സുരക്ഷയെപ്പറ്റി കൺസേൺ രേഖപ്പെടുത്തുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും പ്രധാനമന്ത്രി സൂചിപ്പിച്ചതായിട്ട് അദ്ദേഹം പിന്നീട് തൻ്റെ എക്സ്പോസ്റ്റിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് US-ൻ്റെ ഫ്യൂവൽ ഫില്ലിംഗ് വിമാനങ്ങളിലൊന്ന് തകർന്ന് താഴെ വീണു എന്നുള്ളതാണ്. US-നെ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വിമാനങ്ങളിലൊന്നാണ് ഈ റീഫ്യൂവലിംഗ് വിമാനം. അവരുടെ KC-135 എന്ന വിമാനമാണ് തകർന്നു വീണത്. ഈ ഒരു വിമാനം ഇറാഖിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു. ഇതിന് US സെൻട്രൽ കമാൻഡ് നൽകിയിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് വെടിവയ്പ്പിൽ തകർന്നതല്ല, സാങ്കേതിക തകരാർ കാരണം തകർന്നു വീണതാണ് എന്നാണ് അവർ നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ ഇറാഖിലെ ഒരു സായുധ ഗ്രൂപ്പായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് മേഖലയിലുള്ള ഈ ഇറാഖിനുള്ളിൽ തന്നെയുള്ള US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തങ്ങളുടെ വെടിവയ്പ്പിലാണ് ഈ വിമാനം തകർന്നത് എന്നാണ് ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ US-ൻ്റെ ഈ ആക്രമണത്തെ തുടർന്ന് ഈ വിമാനം തകർന്നു വീണപ്പോൾ അവരുടെ ഒരു പൈലറ്റിനെയും മറ്റ് സഹജീവനക്കാരനെയും കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നിലവിൽ US-ൻ്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു ആക്രമണത്തിൽ, അതായത് ഇറാഖിലെ കുർദിഷ് മേഖലയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അവരുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് ഇമ്മാനുവൽ മാക്രോൺ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കുർദിഷ് മേഖലയിൽ ഫ്രാൻസിൻ്റെയും ഒരു സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നടന്ന ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഇതിൻ്റെ ഗൾഫ് മേഖലയിലേക്കും ഇറാൻ്റെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. സൗദി അറേബ്യ നിരവധി ഡ്രോണുകൾ ഉൾപ്പെടെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട് വിവരമുണ്ട്. ബഹ്റൈനിൽ ഇപ്പോഴും ജാഗ്രതയും തുടരുകയാണ്. സൈറനുകൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുഴങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു.
അജയ്, അതുപോലെ തന്നെ ഈ മുജ്തബ ഖമനി അധികാരമേറ്റതിനു ശേഷം ആദ്യമായി വരുന്ന സന്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഖേദിക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇറാന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള അലി ലാരിജാനി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ട്രംപ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം, അതേ നിലപാട് തന്നെ ഇപ്പോൾ ഇറാനും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ആക്രമണം, ഈ യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വേണം നമ്മൾ കരുതാൻ. നേതാക്കളുടെ ഒരു കടുംപിടുത്തത്തിന്റെ വാക്കുകളാണ് നമുക്ക് ഇന്ന് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാണെങ്കിലും അവരുടെ പരമോന്നത നേതാവ്, അതുപോലെ തന്നെ അവരുടെ ഈ രക്ഷാസമിതിയിലുള്ള, അവരുടെ സുരക്ഷാ സമിതിയിലുള്ള മുതിർന്ന അംഗമായിട്ടുള്ള അലി ലാരിജാനിയുടെ പ്രസ്താവന, ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഇറാൻ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. 2 ദിവസം മുൻപേ കുറച്ച് പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാൻ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. അവരുടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷം കടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ യുദ്ധം തുടരും എന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. മേഖലയിലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും അടയ്ക്കണമെന്നാണ് അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന. എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളുമായി യു എസിന് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ബന്ധം വെച്ചിട്ടാണ് ഇത്തരത്തിൽ യു എസ് ക്യാമ്പുകൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ അവരുമായിട്ടുള്ള ഒരു പ്രത്യേക ഡീൽ അനുസരിച്ച് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവർ ക്രൂഡ് ഓയിൽ വിറ്റഴിക്കുമ്പോൾ ഡോളറിൽ പണം വാങ്ങുകയും അതിന് പകരമായിട്ട്, ഈ ഡോളറിൽ പണം വാങ്ങുന്നതിന് പകരമായിട്ട് യു എസിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് അവിടെ പ്രവർത്തന അനുമതി നൽകുകയും യു എസ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഉൾപ്പെടെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരിക്കലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ യു എസിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയാൻ സാധ്യതയില്ല. അവരുടെ സൈനിക താവളങ്ങൾ അത് പ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത ഉൾപ്പെടെ കുറവാണ്. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒട്ടാകെ യു എസുമായി ചേർന്ന് ഒരു സംയുക്ത പ്രമേയം അത് ഇറാനെതിരെ കൊണ്ടുവരികയായിരുന്നു ആദ്യം തന്നെ ചെയ്തത്. ഇപ്പോൾ യു എന്നിലേക്ക് നോക്കുകയാണെങ്കിൽ യു എന്നിലും ഇറാനെതിരെ പ്രമേയം വന്നിട്ടുണ്ട്. ബഹ്റൈനാണ് 135 രാജ്യങ്ങളുടെ പിന്തുണയോടെ അത്തരമൊരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങൾ ഒട്ടാകെ ഇക്കാര്യത്തിൽ യു എസിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പല നിർദ്ദേശങ്ങളും അത് നടപ്പിലാകാൻ സാധ്യത അത് വളരെയധികം കുറവാണ്. അതേ സമയത്ത് തന്നെയാണ് യു എസും ഇസ്രായേലും ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു വാർത്താ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു. അദ്ദേഹം നേരിട്ടാണ് മാധ്യമത്തിനോട്, അവരുടെ ദേശീയ മാധ്യമത്തിനോട് പ്രതികരിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ മുൻപെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ ശക്തമാണ്, അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ ശക്തമായി തുടരും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഈ ആക്രമണത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് പരിക്കേറ്റു എന്നുള്ള തരത്തിൽ ചില റിപ്പോർട്ടുകൾ ചില ഇറാനിയൻ ദേശീയ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരുന്നു. എന്തായാലും അത് ഉൾപ്പെടെ നിഷേധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം നേരിട്ട് വന്നിപ്പോൾ മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് എന്നുള്ള അഭ്യൂഹം നിലവിൽ കൂടുതൽ ശക്തമാവുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള പ്രസ്താവന അത് ഇറാന്റെ ദേശീയ മാധ്യമത്തിൻ്റെ അവതാരകൻ നേരിട്ട് ചാനൽ വഴി വായിക്കുകയായിരുന്നു. അല്ലാതെ അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദ പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു ദൃശ്യം വഴി അദ്ദേഹം രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എഴുതിക്കൊടുത്ത പ്രസ്താവനയാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അദ്ദേഹം ഗുരുതരമായി പരിക്കുകളോടെ ചികിത്സയിലാണെന്നുള്ള അഭ്യൂഹം അത് കൂടുതൽ ശക്തമാക്കി. ഇതിനു മുൻപ് തന്നെ അത്തരം റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കെട്ടിടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ ആക്രമിയെ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചു കൊന്നു. ഡിട്രോയിറ്റ് നഗരത്തിനടുത്ത് ടെമ്പിൾ ഓഫ് ഇസ്രയേൽ സിനഗോഗിലായിരുന്നു സംഭവമുണ്ടായത്. ആക്രമണത്തിൽ ആർക്കും ഗുരുതര പരിക്കേറ്റിട്ടില്ല. 12,000 അംഗങ്ങളുള്ള വലിയ സിനഗോഗിന് നേരെയായിരുന്നു ആക്രമണം നടന്നത്. പ്രൈമറി സ്കൂളിൽ 140ഓളം കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു സംഭവം. എല്ലാവരും സുരക്ഷിതരാണെന്നും ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും FBI അറിയിച്ചു. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി തുടരുകയാണ്. സിലിണ്ടറുകൾ ലഭിക്കാതായതോടെ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. വിഭവങ്ങൾ കുറച്ചും വിറകടുപ്പിലേക്ക് മാറിയുമാണ് പലരും പിടിച്ചു നിൽക്കുന്നത്. ജോലി പോകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. നവമി ദിനേശും സാരംഗ് സുധാകരനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം നവമിയിലേക്ക് പോകാം. നവമി, കൊച്ചിയിലെ സാഹചര്യം ഇപ്പോൾ എന്താണ്? അവിടെ കൂടുതൽ കടകൾ പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? എന്തൊക്കെയാണ് തൊഴിലാളികൾ നൽകുന്ന പ്രതികരണം?
അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണശാലയായ സമൃദ്ധിയിലാണ്. നമുക്കറിയാം, ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് വിഭവസമൃദ്ധമായ ആഹാരം ലഭിക്കുന്ന ഒരിടമാണ്. ഇതിനോടകം തന്നെ സമൃദ്ധിയെക്കുറിച്ച് നാടെങ്ങും പ്രചാരണമുണ്ട്. പക്ഷേ സമൃദ്ധിയും ഇപ്പോൾ ആ ഒരു ഗ്യാസിന്റെ ഒരു ദൗർലഭ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോർഡ് വരെ ആയിട്ടുണ്ട്. ഗ്യാസ് ലഭ്യത കുറവ് മൂലം പരിമിതമായ ഐറ്റംസ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കണം എന്ന് ഒരു ബോർഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ രാവിലെ ആഹാരം കഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ പ്രതിസന്ധി തന്നെ ഇവിടെ നേരിടുന്നുണ്ടെന്നാണ് സമൃദ്ധിയിലെ ഇവിടെ ഉള്ളവർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമൃദ്ധിയും വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. വിറകിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി തന്നെ മേയർ ഇവിടെ എത്തി വിറകടുപ്പിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടി എന്നുള്ളതാണ്, പ്രത്യേകിച്ച് തട്ടുകടകൾ ഉൾപ്പെടെ അടച്ചുപൂട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിലും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അവരെ സംബന്ധിച്ച് ഹോട്ടലുകളാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ആ ഹോട്ടലുകൾ കൂടി അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ആഹാരത്തിന് എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇവിടെ വിറക് ഇറക്കിയിട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിറക് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇന്നു മുതലായിരിക്കും ഇവിടെ വിറകടുപ്പിൽ ആഹാരം പാകം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന സമൃദ്ധമായ ഒരു ഉച്ച ഊണാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൽ ചില ഐറ്റംസ് കുറയുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോൺ വെജ് ഐറ്റംസിലും കുറവുണ്ടാകുമെന്ന് തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്പസമയം മുമ്പ് ഇവിടെ വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് സമൃദ്ധി ഹോട്ടലിലും ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആഹാരത്തിന്റെ ഐറ്റംസ് കുറച്ചുകൊണ്ട് വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കിതേ വിറകടുപ്പിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങളെല്ലാം ഉണ്ട്. വിറകടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് 10 മണിയോടുകൂടി തന്നെ വിറകടുപ്പിലേക്ക് മാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ചേച്ചിയുണ്ട്, നമുക്ക് ചേച്ചിനോട് ചോദിക്കാം. ചേച്ചി, വിറകടുപ്പിലേക്ക് മാറുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണല്ലേ നമ്മൾ വീണ്ടും വിറകടുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്? ശരിയാണ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത് വിറക് ഉപയോഗിക്കാൻ തുടങ്ങിയേക്കണത്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകട്ടെ എന്ന് ഗ്യാസിന്റെ ഒരു പ്രതിസന്ധി നിങ്ങളെ ബാധിച്ചിട്ടില്ല? അതുണ്ടാകലേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണേന്ന് ഞങ്ങള്. അങ്ങനെ ഉണ്ടാകലേ ദൈവമേ എന്ന് ആഗ്രഹിക്കണം. വീട്ടിലൊക്കെ ഗ്യാസിന് പ്രശ്നമൊന്നും ഇല്ല ഉണ്ട്. പിന്നെ ഞങ്ങൾ ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയ വലിയ ഉപകാരമായിരുന്നു. ഇപ്പൊ ഈ വിറകടുപ്പിൽ വെക്കുമ്പോ അല്പം കൂടി ബുദ്ധിമുട്ടല്ലേ? ഉണ്ട്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമല്ലേ മേഡം. അപ്പൊ അത് നല്ല രീതിയിൽ പോട്ടെ എന്ന് ഐറ്റംസിന്റെ എണ്ണത്തിൽ കുറവ് വരുത്തിയെന്ന് തോന്നുന്നു അല്ലേ? നോൺ വെജിന്റെ അത് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെയാണെന്ന് പറയണത്. നമുക്ക് കൂടുതൽ ആളുകളുണ്ടോ? ചേച്ചിമാരൊക്കെ ഇവിടെ അകത്താണോ? എല്ലാരും അകത്തുണ്ടല്ലേ? ചിരട്ടേട്ടാ, അതുകൊണ്ട് വിറകും ചിരട്ടയല്ലേ? അത് ചിരട്ട അവിടെ കൊണ്ട് ഇട്ടിട്ട് ഉണക്കിയിട്ട് ഉണക്കുള്ളത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞ അടപ്പില് വെക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടി ഉണക്കിയാണ്. ശരി ശരി ശരി, ജോലി നടക്കട്ടെ. എന്തായാലും ഇവിടെ വിറക്, ചിരട്ട, വിറക് എല്ലാം കൂടിയൊക്കെ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ് ഇവിടെയുള്ള ജോലിക്കാരൊക്കെ. ചേട്ടാ, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വിറകടുപ്പിലേക്ക് മാറുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ? ഉണ്ട്, പ്രതിസന്ധി. എന്താണ് പറയാനുള്ളത്? ഈ വിറകടുപ്പ് അല്പം ബുദ്ധിമുട്ടല്ലേ? അല്പം ബുദ്ധിമുട്ടാണ്. ആളുകളെല്ലാവരും സഹകരിക്കണം. തൽക്കാലം ഒരു പരിമിത പാചകത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ചേച്ചി, ഏതെങ്കിലും ഐറ്റംസിൽ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടോ ഉച്ചയ്ക്ക് കൊടുക്കുന്നതിന്? അത് ഇപ്പം കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അത് നമ്മളത് വീണ്ടും അടുപ്പിലൂടെ കത്തിച്ചിട്ട് നമ്മളത് എല്ലാം തിരിച്ചുകൊണ്ട് വീണ്ടും എല്ലാം പഴയ പോലെ തന്നെ ഞങ്ങളായി മാറും. ഈ അടുപ്പിലേക്ക് മാറുമ്പോൾ അല്പം കൂടി ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അതിജീവിക്കും. അത് അതിജീവിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാവരും അതിന് തയ്യാറെടുത്ത് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ വിലയിൽ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യത? ഇല്ല, വില 20 രൂപയ്ക്ക് തന്നെ ഊണ് ഞങ്ങൾ കൊടുക്കുള്ളൂ. അതിൽ കൂട്ടാനൊന്നും സാധ്യതയില്ല. 20 രൂപയ്ക്ക് തന്നെ കൊടുക്കും. ഐറ്റം തൽക്കാലം ഒന്ന് കുറയ്ക്കേണ്ട വരുമായിരിക്കും അല്ലേ? ഞങ്ങൾ ഇന്ന് തുടങ്ങണുള്ളൂ അടുപ്പ് കത്തിക്കാനായിട്ട്. ഇനി അത് അടുപ്പിൻ്റെ എണ്ണം കൂട്ടി ഞങ്ങളതെല്ലാം തിരിച്ചു കൊണ്ടുവരും. ഐറ്റംസ് എല്ലാം പഴയതുപോലെ തന്നെ ആകും. ചെറിയൊരു പ്രതിസന്ധി ഉണ്ടല്ലേ? പ്രതിസന്ധി ഉണ്ട്, ഞങ്ങൾ തരണം ചെയ്യും.
10 മണിക്കാണ് മേയർ വന്ന് 10 മണിക്ക് മേയർ വന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വിറകടുപ്പിൽ തുടങ്ങാൻ പോണേണ്. അല്പ സമയത്തിലൊക്കെ അപ്പൊ വ്യത്യാസം ഉണ്ടാവില്ലേ ഈ പാചകം ചെയ്യുന്ന സമയത്തിൽ മാക്സിമം ഞങ്ങൾ സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കും. ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ പിന്നെ 24 മണിക്കൂറുടെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം നേരത്തെ എല്ലാം കൊടുക്കാൻ ശ്രമിക്കും ഞങ്ങൾ. ആളുകളുടെ എണ്ണം കൂട്ടേണ്ട ഒരു സാഹചര്യം കൂടി വരുമോ? അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അടുപ്പിലാണ് കൂടുതൽ വേണ്ടി വരും. എല്ലാത്തിനും ആളുകളുടെ എണ്ണം കൂട്ടണം. പാചകത്തിന് നേരത്തെ നിന്ന് അത്ര ആൾക്കാരല്ല, അതിൽ കൂടുതലുണ്ടെങ്കിൽ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ കയറി നമുക്ക് ഐറ്റംസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആൾ കൂടുതൽ വേണം. അതനുസരിച്ച് ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത ആളെ കൂടും. എന്തായാലും എത്രയും വേഗം ഗ്യാസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാമല്ലേ? അതെ അതെ. എന്തായാലും ഇതാണ് സമൃദ്ധിയുടെ അവസ്ഥ. അനുശ്രീ, നമുക്കറിയാം ഈ ഗ്യാസ് ഇല്ലാതെ നമ്മുടെ അടുക്കളകളൊക്കെ എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ്. ഹോട്ടലുകൾക്കൊരു ബദൽ സംവിധാനം എന്നോണം വിറകടുപ്പുകളുണ്ട്. പക്ഷേ വിറകിന്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയേറെ ആളുകളാണ് വിറകടുപ്പിലേക്ക് മാറുമ്പോൾ വിറകിന് വില കൂട്ടുന്നവരുണ്ട്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇവർ പറയുന്നതനുസരിച്ച് ഈ വിറക് ആദ്യ സമയങ്ങളിൽ ഇവർ വിറകിന് വില ചോദിച്ചപ്പോൾ കുറച്ച് പൈസ കുറവായിരുന്നു. പക്ഷേ ആളുകളുടെ എണ്ണം കൂടിയതോടുകൂടി അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിന്റെ ആവശ്യകത കൂടിയതോടുകൂടി വിറകിന്റെ വില ഇവർ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഗ്യാസിന്റെ ലഭ്യതക്കുറവും വിറകിന്റെ വില കൂടിയതും എന്തായാലും അടുക്കളയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഹോട്ടൽ അടുക്കളകളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷെ ആ പ്രതിസന്ധി എല്ലാം അതിജീവിക്കുമെന്നാണ് സമൃദ്ധിയിലുള്ള ചേച്ചിമാർ പറയുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, ഏകദേശം ഒരു ദിവസം 10,000-ഓളം ആളുകൾ വരുന്ന ഒരു ഭക്ഷണശാലയാണ് സമൃദ്ധി എന്നുള്ളത്. അത് നമുക്കറിയാം. അത്രയേറെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത്രയേറെ പ്രചാരണത്തിൽ എത്തിയ ഒരു ഹോട്ടൽ കൂടിയാണ് സമൃദ്ധി. കൊച്ചിക്കാരെ സംബന്ധിച്ച് കുറഞ്ഞ ചിലവിൽ 20 രൂപയാണ്. ഇവിടെ വന്ന് ആഹാരം കഴിക്കുകയാണെങ്കിൽ 20 രൂപയുടെ ഊണാണ്. അത് നമുക്ക് നല്ല നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടും, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും. നോൺ വെജ് ആണെങ്കിൽ അത് വളരെ കുറച്ച തുകയിൽ തന്നെ നമുക്ക് നോൺ വെജും കഴിക്കാം. അങ്ങനെ 20 രൂപയ്ക്ക് സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കാൻ സാധിക്കുന്ന സമൃദ്ധിയാണ് ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറുന്നത്. സ്വാഭാവികമായും വിറകടുപ്പ്, ആളിന്റെ ഒരു ക്ഷാമം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കറികളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുമെന്നും കൂടി പറയുന്നുണ്ട്. എങ്കിലും സമൃദ്ധി തോറ്റുകൊടുക്കില്ല, ഞങ്ങൾ ഇതിനെയും അതിജീവിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ചേച്ചിമാർ പറയുന്നത്. 10 മണിയോടുകൂടി മേയർ ഇവിടെ എത്തും. അതിനുശേഷം ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ഹോട്ടലുകളുടെ അവസ്ഥ വ്യത്യസ്തമല്ല. പലയിടങ്ങളിലും വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പലരും വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വിറകിന്റെ അവൈലബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. ഇനി ഈ പ്രതിസന്ധി എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ളത് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിന്റെ ഒരു അവൈലബിലിറ്റി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായും. ഇവിടെ സമൃദ്ധിയിൽ ഇവർക്ക് തന്നെ വിറകെടുക്കുന്ന സമയത്ത് അവർ പൈസ ഉയർത്തി എന്നുകൂടി പറയുന്ന സാഹചര്യമുണ്ടായി. തുടക്കത്തിൽ നമുക്ക് ഇത്രയേറെ പൈസ ഉണ്ടായിരുന്നില്ല. ആദ്യ സമയത്ത് കുറഞ്ഞ തുകയ്ക്ക് തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഇത് എടുക്കാമായിരുന്നു, വിറകെടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്പം അവർ വില കൂട്ടി. കാരണം അത്രയേറെ ആളുകൾ ഉള്ളതുകൊണ്ട് വിറക്. ചേച്ചി, നമുക്ക് വിറകിന്റെ വിലയും കൂടിയിട്ടുണ്ടോ? വിറകിൻ്റെ വില നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത്ര അറിയില്ല, വില എത്രയെന്ന് അറിയില്ല. നമ്മൾ വിറകടുപ്പിൽ ഇതുവരെ പാചകം ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ചെയ്യാൻ പോണത്. എന്നാലും എന്ത് വില കൂടിയാലും നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഒത്തിരി ആൾക്കാർ നമ്മൾ ആശ്രയിച്ച് കഴിയാനുണ്ടല്ലോ, ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഇവിടുത്തെ ഭക്ഷണം കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് വില കൂടിയാലും എങ്ങനെയാണെങ്കിലും ഭക്ഷണം നമ്മളിവിടെ പാചകം ചെയ്ത് കൊടുക്കും. എന്തായാലും രാവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതനുസരിച്ച് വിറക് വാങ്ങുന്ന സമയത്ത് പോലും അവിടെ വില ഉയർത്തുന്ന ഒരു കാര്യമായിരുന്നു കണ്ടത്. തുടക്കത്തിലൊക്കെ അവർക്ക് ചെറിയ തുകയ്ക്ക് വിറക് നൽകാമെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് അതിൻ്റെ വില ഉയർത്തി എന്നുകൂടി പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും, കാരണം ലഭ്യത കൂടുമ്പോൾ, ആവശ്യക്കാർ കൂടുമ്പോൾ വില ഉയർത്തുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഓൺലൈനിലൊക്കെ ഈ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും, ഇൻഡക്ഷൻ കുക്കർ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വില ഇരട്ടിയായിരിക്കുന്നത്. നിരവധി ട്രോളുകളൊക്കെ ഇതിനോടകം തന്നെ വരികയും ചെയ്തു. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇൻഡക്ഷൻ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി. കാരണം വീടുകളിലും കൂടി ഗ്യാസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു ടെൻഷനിലാണ് വീട്ടമ്മമാരും വീട്ടിലുള്ളവരും ഒക്കെ. അതുകൊണ്ട് ഇൻഡക്ഷൻ മേടിക്കാം എന്നൊരു തീരുമാനത്തിലെത്തി. ഇൻഡക്ഷനും ഇപ്പോൾ ഓൺലൈനിലടക്കം കിട്ടാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ അടുക്കളകളുടെയൊക്കെ അവസ്ഥ. എന്തായാലും സമൃദ്ധി ഹോട്ടലിൽ ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. പല ഹോട്ടലുകളും പൂട്ടുന്ന സാഹചര്യം, വിറകിന്റെ വിലയും കൂട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അനുശ്രീ, എത്രയും വേഗം ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും.
ശരി, കൊച്ചിയിലൊക്കെ പല ഹോട്ടലുകളും അങ്ങനെ വിറകടുപ്പിലേക്ക് മാറുന്ന സാഹചര്യമാണുള്ളത്. അത്രയധികം വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാചകവാതക പ്രതിസന്ധിക്കിടെ ബദൽ സംവിധാനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം. LPGക്ക് പുറമെ മറ്റ് ഇന്ധനങ്ങൾ കൂടി ഉപയോഗിക്കാമെന്നാണ് നിർദ്ദേശം. ഇതിലൂടെ ഹോട്ടൽ മേഖല നേരിടുന്ന പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഈ ബദൽ മാർഗങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് എത്രത്തോളം പ്രാവർത്തികമായിരിക്കും ഈ ഹോട്ടൽ മേഖലകളിൽ എന്നുള്ളത് കൂടി പ്രസക്തമല്ലേ? അനുശ്രീ, നിലവിലെ സാഹചര്യം ഏതായാലും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എന്നും വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട് കേന്ദ്രം. നിലവിൽ പ്രതിസന്ധിയില്ല, ഗാർഹിക സിലിണ്ടറുകളുടെ ലഭ്യത പൂർണ്ണമായും ഉറപ്പാക്കുമെന്ന് കേന്ദ്രം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും യുദ്ധം നീണ്ടുപോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായേക്കും എന്നൊരു ആശങ്ക കേന്ദ്രത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ജനങ്ങൾക്ക് വലിയ പരിഭ്രാന്തിയുണ്ട്. മാത്രമല്ല കേന്ദ്രം ഇപ്പോൾ ബുക്കിംഗ് കാലാവധി അത് നീട്ടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 45 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ, നഗരമേഖലകളിൽ അത് 25 ദിവസമാണ്. പക്ഷേ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ നിലവിൽ ഗാർഹിക സിലിണ്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല, നിലവിൽ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ശരിയുമാണ്. കാരണം പല ഹോട്ടലുകളുടെയും പ്രവർത്തനം നമുക്കറിയാം. നേരത്തെ നവമിയൊക്കെ വിശദീകരിച്ചതുപോലെ തന്നെയാണ് സാഹചര്യം. പലയിടത്തും പൂട്ടിത്തുടങ്ങി, പലരും വിറകടുപ്പിലേക്കൊക്കെ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഈ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രം അതിനൊരു ബദൽ നിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ കേന്ദ്രം ഈ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്രം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബദൽ ഇന്ധനങ്ങൾ ഇതിനായി ഉപയോഗിക്കാം എന്നുകൂടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ണെണ്ണ ഉപയോഗിക്കാം, ഒപ്പം തന്നെ ബയോമാസ് ഉപയോഗിക്കാം, കൽക്കരി ഉപയോഗിക്കാം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മറികടക്കുക, അതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന മലിനീകരണ ബോർഡുകൾക്ക് ഈ ഇളവ് അറിയിച്ചുകൊണ്ടൊരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാത്രവുമല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്ന നിലവിൽ സംസ്ഥാന വിഹിതം മണ്ണെണ്ണ നൽകുന്നുണ്ട്. അതിന് പുറമെ ഏതാണ്ട് വിഹിതം അനുവദിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. 48,000 കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനങ്ങൾക്ക് നൽകും. മുൻഗണനാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അത് വിതരണം ചെയ്യാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കൽക്കരിയുടെ കാര്യത്തിലാണ്. അത്തരത്തിൽ കൽക്കരി കൂടി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ഏതായാലും നൽകിയിട്ടുണ്ട്. കോൾ ഇന്ത്യക്കാണ് ഇത്തരം നിർദ്ദേശം മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ നിലവിലെ പ്രതിസന്ധിക്ക് ഒരു അയവ് വരുത്തുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. ഏതായാലും നിലവിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് ക്ഷാമമില്ല എന്ന് കേന്ദ്രം ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സാഹചര്യമുള്ളത്. നിലവിൽ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുക എന്ന നിർദ്ദേശം കേന്ദ്രം നൽകിയിട്ടുണ്ട്. നേരത്തെ 10% കൂടി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിരുന്നു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് 28% ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അനുശ്വരി. രാകേഷ്, അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയിലെ ബുക്കിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട്. 25 നിന്ന് 45 ദിവസത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ണെണ്ണ ഉപയോഗിക്കുന്നതിൽ നിന്ന് വരുന്ന ഇനി ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ മനുഷ്യർക്ക് ബാധിക്കുമോ എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാക്കേണ്ടുന്ന, ഇനി ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങൾ കൂടിയല്ലേ? സാധാരണഗതിയിൽ ഹോട്ടലുകളിൽ ഇത്തരത്തിൽ മണ്ണെണ്ണ അതിന് നിയന്ത്രണമുണ്ട്, ഉപയോഗിക്കാറില്ല, അതാണ് സാഹചര്യം. പക്ഷേ ഇപ്പോൾ ഒരു അസാധാരണ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിന് ബദൽ മാർഗങ്ങൾ തേടുക എന്നതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഹോട്ടലുകളെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ പോലും അത്തരം വാണിജ്യ മേഖലയിലെ ആവശ്യങ്ങൾക്ക് മണ്ണെണ്ണ അടക്കം ഉപയോഗിക്കാം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് അത്തരം ഇളവ് അനുവദിച്ചിട്ടുണ്ട് വിശദീകരിച്ചുകൊണ്ട് പരിസ്ഥിതി മന്ത്രാലയം തന്നെ നിർദ്ദേശം നൽകിയത്. കാരണം മണ്ണെണ്ണകൾ അനുവദിക്കുന്ന പതിവില്ല. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം മറികടക്കുക, കാരണം വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ലോകത്തിലെ തന്നെ പാചകവാതകം ഇറക്കുമതി ചെയ്യുന്ന ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഗാർഹിക രാകേഷ് തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. തത്സമയം കമ്പനികളിലൂടെ വിതരണം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. IT പാർക്കുകളിൽ, അതുപോലെ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ തൊഴിലാളികൾ ഒരുമിച്ച് പണിയെടുക്കുന്ന കേന്ദ്രങ്ങളിൽ അവിടെ എല്ലാം തന്നെ ഉള്ള ക്യാൻറ്റീനുകൾക്ക് തടസ്സം വരാത്ത തരത്തിൽ ഒരു നിലപാടാണ് ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയിലുണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ മണ്ണെണ്ണ ഉപയോഗം നമ്മൾ കുറച്ച് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസത്തെ അലോട്ട്മെൻറ്റ് 1 ലിറ്ററായി വർദ്ധിപ്പിച്ച് കൊടുക്കുകയാണ്. അത് നമുക്ക് കൂടുതൽ മണ്ണെണ്ണ ലഭ്യമാക്കിക്കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി അനുവദിച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യാൻ താല്പര്യമുള്ള കുടുംബങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. അത് ഈ അടുത്ത ഇന്നോ നാളെയോ മുതൽ എഫക്റ്റ് ആക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി.
നാലാമത്തെ കാര്യം ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ്. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസിലെ ഉദ്യോഗസ്ഥരും ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥരും പോലീസ് ഉൾപ്പെടെയുള്ള ടീം അതിൻ്റെ പരിശോധനകൾ കർശനമാക്കി ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്നും ഇന്നലത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. മന്ത്രി വ്യക്തമാക്കുന്നത് ഈ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്നുള്ളതൊക്കെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം സാരംഗ് സുധാകരൻ കൂടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സാരംഗ്, തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ് ഇപ്പോൾ? ഉന്നത അധികാരികളിൽ നിന്ന് വ്യക്തമാകുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അവർ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഹോട്ടലുകൾ അത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ? കുറച്ച് ദിവസങ്ങളായി തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടറുകൾ, LPG സിലിണ്ടറുകളുടെ ലഭ്യത വളരെ കുറവാവുകയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലൊക്കെ ഇപ്പോൾ പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകം അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് വരെ വരുന്നുണ്ട്. ചെറിയ ഹോട്ടലുകളടക്കം അടച്ചുപൂട്ടൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നു. ജോലി നഷ്ടമാകുമോ എന്നുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് പരിഹരിക്കാനാകും എന്നുള്ളതാണ് മറ്റൊരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുന്നത്. പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് മാറുന്നു. കേന്ദ്രം ഇതിനുള്ള പല ബദൽ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം സ്വീകാര്യമാണ്, അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, തിരുവനന്തപുരത്തെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? നിലവിലെ സാഹചര്യം ഇന്ന് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൂടുതൽ തട്ടുകടകൾ അടക്കമുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത്. നഗരത്തിലടക്കം കൂടുതലായി അത്തരത്തിലുള്ള ചെറിയ ചെറിയ കടകളാണ്. അവിടങ്ങളെല്ലാം അടച്ചുവരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഹോട്ടലുകളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റങ്ങൾ കുറക്കുക, അതായത് പലഹാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ചോറടക്കമുള്ള ഊണടക്കമുള്ള പല സംഭവങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഇപ്പോൾ ഹോട്ടലുകൾ പിന്തുടരുന്ന ഒരു രീതി. കാരണം ഊണടക്കമുള്ള പല വിഭവങ്ങളടക്കം തയ്യാറാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടടക്കം ആ ഐറ്റങ്ങൾ കുറയ്ക്കുക. ഒപ്പം തന്നെ ചൂടുവെള്ളം ഇപ്പോൾ പല ഹോട്ടലുകളിൽ നൽകുന്നില്ല, ഫിൽറ്റർ വെള്ളമാണ് നൽകുന്നത്. അങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു രീതിയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം പോലെ തന്നെ ഈ ഒരു ഗ്യാസ് വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഹോട്ടൽ ഉടമകളുടെ. ഇപ്പോൾ മന്ത്രി GRNൽ വ്യക്തമാക്കിയിരിക്കുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള പാചകത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളതാണ്. അത് ഹോട്ടലുകൾ അത് എത്രത്തോളം ആ മാർഗം സ്വീകരിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും. കാരണം മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു പാചകം എന്ന് പറയുന്നത് അതിനുള്ള രീതിയിലുള്ള അടുപ്പും അടുക്കളയടക്കം സജ്ജീകരിക്കേണ്ടതുണ്ട്. കാരണം ഗ്യാസിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹോട്ടലുകളായിക്കോട്ടെ തട്ടുകടകളായിക്കോട്ടെ അവിടങ്ങളിലെല്ലാം ഈ ഒരു ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മണ്ണെണ്ണയിലേക്കും വിറകടുപ്പിലേക്കും മാറുക എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പാചകത്തിലെ മാറ്റം ഈ ഒരു തൊഴിലാളികൾക്ക് മാറ്റം അംഗീകരിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ ഒരു രുചി നിലനിർത്തുക എന്നടക്കമുള്ള വലിയ വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. അതടക്കം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പാചകത്തിലെ മാറ്റങ്ങളടക്കം ഈ പാചക തൊഴിലാളികളടക്കം അതുമായി ബന്ധപ്പെട്ടടക്കം മാറി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിലടക്കം പറയുമ്പോൾ വളരെ എളുപ്പമാണെങ്കിൽ പോലും മണ്ണെണ്ണ അടുപ്പിലേക്കും ഒപ്പം വിറകടുപ്പിലേക്കും മാറുക എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ പുതിയ തലമുറയിലെ പാചകക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഐറ്റങ്ങൾ കുറച്ചും ഒപ്പം ഈ മറ്റ് പലഹാരങ്ങളുടെ അടക്കം എണ്ണം കുറച്ചുകൊണ്ടും കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോവുക. അതിനുശേഷം ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. പക്ഷേ മറ്റുള്ള ഹോട്ടലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു തട്ടുകടകൾ പോലെയുള്ള ഈ ഒരു ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചിടേണ്ട സാഹചര്യമാണ്. നിരവധി ഹോട്ടലുകൾ നിലവിൽ തന്നെ കഴക്കൂട്ടം മേഖലയിൽ അടക്കം അടഞ്ഞു കിടക്കുകയാണ്. കാരണം മറ്റു വഴികളില്ല മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ അധികവും വാടക കെട്ടിടത്തിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അവിടങ്ങളിൽ ഈ ഒരു വിറകടുപ്പോ അല്ലെങ്കിൽ മണ്ണെണ്ണ അടുപ്പോ സജ്ജീകരിക്കേണ്ട ഒരു സമയം അടക്കം ഇതായി വരേണ്ടതുണ്ട്. മാത്രമല്ല സ്വന്തം കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി വലിയ രൂക്ഷമാണ്. ഹോട്ടൽ മേഖലകളെ ഇത് ബാധിക്കുമ്പോൾ അതിനൊപ്പം തന്നെ PGകളെ അടക്കം, അതായത് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അതിനൊപ്പം തന്നെ മറ്റ് പ്രൈവറ്റ് ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അവരെല്ലാം ഈ ഒരു
സമീപിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പി.ജികളെയാണ്. പി.ജികളിൽ പ്രധാനമായും താമസവും ഒപ്പം തന്നെ ഭക്ഷണ സൗകര്യവും ഒരുമിച്ച് നൽകുന്ന പി.ജികളിൽ ഗ്യാസ് ലഭ്യത കുറയുമ്പോൾ അവിടെ ഭക്ഷണമില്ലാതെയാകുന്നു. അവർക്ക് പുറമേ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകുന്നു. ഇൻഫോസിസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ഒരു മെസ്സുകളുടെ അടക്കം പ്രവർത്തനം പ്രതിസന്ധിയിലായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് ഗ്യാസ് എന്ന വിഷയം വലിയ രീതിയിൽ മറ്റ് മേഖലകളിലേക്ക് അടക്കം പ്രവർത്തിക്കും, അതുകൊണ്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ രീതിയിൽ സമ്പദ്ഘടനയും ഒപ്പം തന്നെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട്. അനുശ്രീ. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ LPG പ്രതിസന്ധി വലിയ രൂക്ഷമായി തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. മണ്ണെണ്ണയിലേക്കും അല്ലെങ്കിൽ വിറകടുപ്പിലേക്കുമൊക്കെ മാറുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഹോട്ടലുകൾക്കടക്കം ലഭിച്ചിരിക്കുന്നത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. ന്യൂസ് ട്രെൻഡ്സ് വസ്തുതാപരമായ വിശകലനങ്ങളോടെ വാർത്തയുടെ വിശാലമായ കാഴ്ചയിലേക്ക്. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം.
ജി സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി പ്രതിരോധിക്കാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ സിപിഐഎം. ഇന്നലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ഏരിയ കമ്മിറ്റികളും വിളിച്ചു ചേർത്ത് സാഹചര്യം വിശദീകരിച്ചു. ഇന്ന് ജില്ലയിലെ ലോക്കൽ കമ്മിറ്റികളും യോഗം ചേരും. ജനറൽ ബോർഡുകൾ കൂടി അവസാനിച്ചാൽ 14, 15 തീയതികളിലായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നീക്കം. അമ്പലപ്പുഴയിലെ പ്രതിഷേധം പുന്നപ്ര പറവൂരിൽ നടക്കും. വിവിധ സ്ക്വാഡുകൾ രൂപീകരിച്ച് പാർട്ടി കുടുംബങ്ങളിലേക്കും സ്ക്വാഡുകൾ എത്തും. പ്രകോപനമുണ്ടാകാത്ത രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്താനാണ് തീരുമാനം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പോൾ വളരെ കരുതലോടെയാണ് ജി സുധാകരനെതിരെ സിപിഎം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ UDF-ലേക്ക് പോകുന്നു എന്നൊരു വിവരം അത് സിപിഎമ്മിന് ലഭിച്ചു കഴിഞ്ഞാൽ സിപിഎമ്മിന്റെ പ്രതികരണം അത് കുറച്ചുകൂടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കടുത്ത രീതിയിലായിരിക്കും സിപിഎം പിന്നെ സുധാകരനെതിരെ പ്രതികരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ആലപ്പുഴയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോഴും UDF ഒരു പരസ്യമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ അതിനുള്ള ഒരു സൂചനകളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സുധാകരനെതിരെ വലിയൊരു പടയൊരുക്കം ആലപ്പുഴയിൽ നടക്കുന്നു എന്ന് വേണോ നമ്മൾ കരുതാൻ? അനുശ്രീ, നേതൃത്വത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ച് ജി സുധാകരൻ കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹം അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചാണ് പാർട്ടി വിടുകയും ഒപ്പം തന്നെ കൃത്യമായി തനിക്ക് ലഭ്യമാകേണ്ട കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും എന്തുകൊണ്ട് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയി എന്ന് അണികൾക്ക് മുന്നിലേക്ക് വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിന് കൃത്യമായ കാര്യകാരണ സഹിതം കാര്യങ്ങൾ പാർട്ടിക്ക് താഴെ തട്ടിലേക്ക് വിവരിക്കേണ്ടതായി വരും. അത് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നു. ഇന്ന് ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ജനറൽ ബോഡികൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ ഏരിയ കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരം കമ്മിറ്റികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെത്തട്ടിലേക്ക് പ്രവർത്തകരോട്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ CPM-ന്റെ മുഖമായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ജി സുധാകരൻ ഈ പാർട്ടി വിട്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, പാർട്ടി അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്, എങ്കിലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നാൽ അതിനോട് എങ്ങനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അത്തരമൊരു വിശദീകരണ യോഗം പോലെയാണ് ഈ ജനറൽ ബോഡികളും കമ്മിറ്റികളും ഒക്കെ നടക്കുന്നത്. അത് ജില്ലയിലെ മുഴുവൻ ഏകദേശം 200-ൽ പരം 250ഓളം ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റികളും ഉണ്ട്. ആ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും വഴി താഴേക്ക് ബ്രാഞ്ച് തലം വരെയുള്ള പ്രവർത്തകരിലേക്ക് ഇത് എത്തിക്കുക, ഈ ആശയങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി ആദ്യത്തെ പ്രാധാന്യം CPM കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ സ്ക്വാഡുകളായി പിരിഞ്ഞ് പാർട്ടി കുടുംബങ്ങളിലേക്ക് എത്തി ഈ സ്ക്വാഡുകൾ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ള രീതിയിലേക്ക് കൂടി തീരുമാനം ആയിട്ടുണ്ട്. ആ രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ചാരമൂടൊക്കെ ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഭാഗത്തൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, ജാഥകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ പല ഭാഗങ്ങളിലും പോസ്റ്റർ ഒട്ടിക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ജി സുധാകരന്റെ വീടിന്റെ മുന്നിൽ വർഗ്ഗവഞ്ചകൻ എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ജി സുധാകരന്റെ വീടിന്റെ മുന്നിലേക്ക് പോയി അത്തരത്തിലുള്ള പോസ്റ്റർ ഒട്ടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് പാർട്ടി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൃത്യമായി മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ജി സുധാകരന്റെ ഒരു ആലപ്പുഴയിലുള്ള ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ്. കാരണം അത്തരത്തിൽ ജനസമ്മതിയുള്ള ഒരാളാണ്. പാർട്ടി കേഡറുകൾക്ക് അപ്പുറത്തേക്ക് ആളുകളിലേക്കും ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രീതിയിൽ ആക്രമിക്കാൻ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള വിലയിരുത്തൽ CPM-ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിരുവിട്ട രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധങ്ങളിലേക്ക് കടക്കരുതെന്നുള്ള നിർദ്ദേശം താഴത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം പാർട്ടിക്ക് ലഭ്യമാകുന്ന എല്ലാ വോട്ടുകളും, ഒരു വോട്ടുകൾ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കൃത്യമായി പാർട്ടിക്ക് പോൾ ചെയ്യപ്പെടേണ്ട, CPM-ന് പോൾ ചെയ്യപ്പെടേണ്ട വോട്ടുകൾ അത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് CPM കടക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള വിശദീകരണ യോഗങ്ങൾ, ഒപ്പം തന്നെ സ്ക്വാഡുകൾ, ഒപ്പം കമ്മിറ്റികളെല്ലാം തന്നെ വിളിച്ചു കൂട്ടി സജ്ജമാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു CPM ജില്ലാ സെക്രട്ടറി H. സലാം MLA തന്നെയാണ് ഇവിടെ സിറ്റിംഗ് MLA തന്നെയാണ് സുധാകരനെതിരെ മത്സരിക്കുക എന്നുള്ളത്.
എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് CPM-നെ സംബന്ധിച്ചൊരു ടാസ്ക് അതിനകത്തുണ്ട്. കാരണം ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം ഉടലെടുത്താണ് അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ പരമാവധി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സംവിധാനങ്ങളെ ഒരുമിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം അത് വളരെ ജാഗ്രതയോടെ CPM തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ ഫോണിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഭിന്നത അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെ മറ്റൊരു രീതിയിൽ സുധാകരന് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? കാരണം നേതൃത്വത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളിൽ പുകയുന്നുണ്ട്. ആ പുകച്ചിലുകൾ സുധാകരന് വോട്ടായി മാറാതിരിക്കാനുള്ള സാഹചര്യത്തെ പരമാവധി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഇടപെടലാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിൽ ഇന്ന് ജനറൽ ബോഡി യോഗങ്ങൾ പൂർത്തീകരിക്കും. ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റി ലോക്കൽ LC യോഗങ്ങൾ ഇന്നും കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നീട് ഒരു പ്രത്യക്ഷമായ പ്രകടനങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 14-15 തീയതികളിലായി വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രവർത്തകരെ കൂട്ടിപ്പിച്ച് സംഘടിതമായി നടത്താനുള്ള തീരുമാനമുണ്ട്. അമ്പലപ്പുഴയിൽ, അതായത് ഈ നിയോജക മണ്ഡലമായ മത്സരം നടക്കുന്ന അമ്പലപ്പുഴയിൽ പറവൂരിലായിരിക്കും 14 വൈകിട്ട് പ്രകടനം നടക്കുക. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തുന്നത്. ചില മണ്ഡലങ്ങളിലെങ്കിലും നേരത്തെ ആലോചിച്ച സ്ഥാനാർത്ഥികൾ മാറിയേക്കും. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചയും അന്തിമഘട്ടത്തിലാണ്. തിരുവനന്തപുരം കോവളം സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനുള്ളിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാനുള്ള ഇടതുമുന്നണി യോഗത്തിന്റെ തീയതിയും ഇന്ന് തീരുമാനിക്കും. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് ഇതിലുള്ള കൂടുതൽ വിവരങ്ങൾ? അതുപോലെ തന്നെ ഈ ജി സുധാകരൻ ഇന്നും ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോഴിതാ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് EP ജയരാജൻ അടക്കം അദ്ദേഹത്തെ തള്ളി പറയാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ MA ബേബി സുധാകരൻ ഒന്ന് പുനരാലോചിക്കുന്നത് നല്ലതായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അനുശ്രീ, ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സെക്രട്ടറി യോഗം, ഏറ്റവും നിർണായകമായ സംസ്ഥാന സെക്രട്ടറി യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും ഈ യോഗത്തിലെന്ന് ഉറപ്പാണ്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി പട്ടികകൾ അതത് ജില്ലാ കമ്മിറ്റികൾക്കും അതുപോലെ മണ്ഡലം കമ്മിറ്റികൾക്കും ചർച്ച ചെയ്യാൻ അയച്ചു കൊടുത്തിരുന്നു. അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് പട്ടികകൾ തിരികെ വരികയാണ്. ഇവിടുന്ന് വേണം ഇനി സംസ്ഥാന സമിതി ചേരുന്നില്ല, ഇവിടെ നിന്ന് വേണം ഇനി പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകേണ്ടത്. മറ്റന്നാൾ 15-ാം തീയതി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ പ്രഖ്യാപനം വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്നാണ് CPM-ന്റെ അവകാശവാദം നേതാക്കൾ വ്യക്തമാക്കുന്നത്. പലയിടങ്ങളിൽ ഇതിനകം പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുവരെഴുത്തുകളും ഹോർഡിംഗ്സുകളും ഒക്കെ ഇതിനകം വന്നു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം മാത്രമാണ് ബാക്കി. അപ്പോഴും ചില മണ്ഡലങ്ങളിലെങ്കിലും ചില അനിശ്ചിതത്വങ്ങളുണ്ട്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ അങ്കമാലി സീറ്റ് CPM ഏറ്റെടുത്തേക്കും. അങ്കമാലി ഇപ്പോൾ ജോസ് തെറ്റിയൊക്കെ മത്സരിച്ച സീറ്റാണ്. അവിടെ ഇത്തവണ ആ സീറ്റ് ഒരുപക്ഷെ CPM ഏറ്റെടുത്തേക്കും. ആ രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പകരം എറണാകുളം സീറ്റ് ജനതാദളിന് വിട്ടു നൽകും. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കുന്ന ചർച്ചകളുമുണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ കോവളം സീറ്റും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ മത്സരിക്കുന്ന ആ സീറ്റും CPM ഏറ്റെടുത്ത് അവിടെ ഒരു പൊതു സ്വതന്ത്രം മത്സരിപ്പിക്കാൻ CPM ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ചില സീറ്റ് വച്ചുമാറ്റങ്ങൾ ഇനിയും അവസാന ഘട്ടത്തിലും പരിഗണനയിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് കൂടി നൽകേണ്ടതുണ്ട്. അതേ സീറ്റിന്റെ കാര്യത്തിൽ ധാരണ വൈകാതെ ഉണ്ടാകും. ഈ ദിവസങ്ങളിലൊക്കെ ഘടകകക്ഷികളുമായുള്ള ഉഭയചർച്ചകളും CPM സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായ ഒരു മാറ്റം ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കോൺഗ്രസ് UDF അതിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അവിടെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പക്ഷേ CPM-ൽ
പുനരാലോചന ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. എച്ച് സലാമാണ്, ഒരു തവണ മാത്രം മത്സരിച്ച സലാമാണ് ഇവിടെ സ്ഥാനാർത്ഥി. സലാമിനെ മാറ്റാനുള്ള സാധ്യത വിരളമാണ്. എങ്കിൽ പോലും ആ സീറ്റ് ഇനി തോറ്റുകൊടുക്കുന്നത് CPM-ന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം ദീർഘനാൾ പാർട്ടിക്കൊപ്പം നിന്ന പ്രധാനപ്പെട്ട നേതാവ് തന്നെ വിമത രൂപത്തിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി അവിടെ അവതരിച്ച് വിജയിച്ചാൽ അത് CPM-ന് ആലപ്പുഴ പോലുള്ള ജില്ലയിൽ, അത്രയധികം പാർട്ടി അടിത്തറയുള്ള ജില്ലയിൽ, പാർട്ടി ആ രീതിയിലുള്ള സമരങ്ങൾ ചെയ്ത ശക്തമായ ജില്ലയിൽ CPM-ന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അവിടെ സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി ജയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ട കാര്യത്തിൽ ചർച്ചയുണ്ടാകും. സുധാകരനെ പൂർണ്ണമായും തള്ളുകയല്ല CPM നേതൃത്വം ഇപ്പോഴും ചെയ്യുന്നത്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ സെക്രട്ടറിയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ജി സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിച്ചാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ സെക്രട്ടറി ആലോചന ഉണ്ടാകും. ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും സുധാകരന്റെ കാര്യത്തിൽ CPM പൂർണ്ണമായും സുധാകരൻ തള്ളാത്തൊരു സമീപനം. ജി സുധാകരനും CPM എന്ന പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ ഒന്നും ഇതുവരെ തള്ളിപ്പറഞ്ഞല്ല നിലപാടെടുക്കുന്നത്. അദ്ദേഹം നേതൃത്വത്തിൽ, പ്രത്യേക ജില്ലാ നേതൃത്വത്തിലെ ആലപ്പുഴ നേതാക്കളുടെ ഒരു പിടിപ്പുകേടെന്ന തരത്തിലാണ് പൊതുവിൽ സംസാരിച്ചത്. MV ഗോവിന്ദന്റെ ചില പരാമർശങ്ങളിലും അദ്ദേഹത്തിന് അവമതിപ്പുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയോ പാർട്ടി ഭരണഘടനയോ പാർട്ടി നയങ്ങളെയോ ഒന്നും അന്തിമ രൂപം നൽകാനുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ചേരും. അതിന്റെ വിവരങ്ങളാണ് VV അരുൺ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ജി സുധാകരൻ പുനരാലോചിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സുധാകരൻ പുനരാലോചിക്കുന്നതാണ് നല്ലത്. സുധാകരനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഉണ്ടായതെന്നും MA ബേബി വ്യക്തമാക്കി. അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു നിലയിലാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്, സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. അത് അത്യന്തം നിർഭാഗ്യകരമാണ്. അദ്ദേഹം പുനരാലോചിക്കുന്നതാണ് അദ്ദേഹം ഇത്രകാലവും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിനും നല്ലത്. കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടി പോസ്റ്റർ. DCC ഓഫീസിന് പരിസരത്താണ് വ്യാപകമായി പോസ്റ്റർ പതിച്ചത്. സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പോസ്റ്ററിലെ വാചകം. കെ സുധാകരൻ കോൺഗ്രസുകാരുടെ വികാരമെന്നും പോസ്റ്ററിൽ പറയുന്നു. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.